നിങ്ങൾ ശബരിമലയൊക്കെ കണ്ടിട്ടുണ്ടാകും, പറ പൊട്ടിയിട്ട് നവൂറ് പാട്ട് പാടുന്നുണ്ട്. ഓരോ സമുദായത്തിനും അങ്ങനത്തെ കാലഘട്ടങ്ങളിലൂടെ ഉണ്ടായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാമനെ കേന്ദ്രീകരിച്ച് നാട്ടുകാർക്ക്, കർഷക തൊഴിലാളികൾക്ക്, പണിയെടുക്കുന്നവർക്ക്, ഗ്രാമത്തിൻ്റെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് രാമനെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച് അറിഞ്ഞത് ഈ നാടൻ രാമായണത്തിലൂടെ. ഓരോ പാട്ടുശാഖകളിലും രാമനെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്, സീതയെക്കുറിച്ച്, ലക്ഷ്മണനെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ കേട്ടിട്ടാണ് സമൂഹം പാടി രാമന്റെ കഥ അറിഞ്ഞത്. തുടികൊട്ടി വിളിക്കുന്ന നേരത്തെ വിളിപ്പുറത്തേറ്റേ പരനൽകേ അനുകൂല ദേവിയെ കണ്ണേറും കരിനാക്കും ഒഴിക്കുന്ന നേരത്ത് തിരുവരംഗത്ത് വാണരാര് വന്ന് തുയിലുണരേ തുണയരുളേ അരുവായി പിറന്നൊരു അഴകുള്ള കുഞ്ഞിനെ കണ്ണേറുതട്ടരുതേ ദേവിയെ ദേഹം തെളിയേ അരുവായി പിറന്നൊരു അഴകുള്ള കുഞ്ഞിനെ കണ്ണേറുതട്ടരുതേ ദേവിയെ ദേഹം തെളിയേ ദേവിയെ. മിറ്റത്ത് ഓടിച്ചാടി കളിക്കുന്ന നേരത്ത് കരിനാക്ക് കാട്ടരുതേ ദേവിയെ ദേഹം തെളിയേ ദേവിയെ. പണ്ടാരച്ചൂന്യാരം 18 അവസ്മാരം ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേഹം തെളിയേ ദേവിയെ. പേടി സ്വപ്നങ്ങൾ പുല്ലേ ശൂന്യങ്ങൾ ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേഹം തെളിയേ ദേവിയെ. പേയും പെരുമ്പടർ ഗന്ധർവകേക്ഷികൾ പേയും പെരുമ്പടർ ഗന്ധർവകേക്ഷികൾ ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേഹം തെളിയേ. ലോകത്ത് ഏത് കുഞ്ഞ് വളർന്നാലും ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കാൻ, കളിപ്പിക്കാൻ, പാട്ട് പാടാൻ അറിയാത്ത അമ്മമാരില്ല. മൂളിപ്പാട്ടെങ്കിലും പാടി താരാട്ടുപാട്ട് പാടും. ആ കുട്ടിയെ ലോകത്തിൽ മനസ്സിന് സമാധാനം തരുന്ന, കാവുകളിലും ക്ഷേത്രങ്ങളിലും മുൻപ് പോയി പ്രാർത്ഥിക്കുന്നതിന് ഒപ്പം നിൽക്കുന്ന ഒരു ദേവ ചൈതന്യം പ്രകൃതി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങളിൽ. ആ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാ വിഷമങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ആടാടുണ്ണി ആടാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടേ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടേ എമ്പടി വേഗടാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ എന്തൊടു വേഗടാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ആടാടേ ആടാടുണ്ണി ആടാടേ അമ്മ വടി വേഗടാടേ അച്ഛൻ വടി വേഗടാടേ അമ്മ വടി വേഗടാടേ അമ്മൻ്റെ താങ്ങുന്നടരലേ ആടാടുണ്ണി ആടാടേ ആടാടുണ്ണി ആടാടേ. ഇതിലൊരു വരിയുണ്ട്. പണ്ട് അച്ഛൻ അമ്മ എന്നുള്ള വിളിപ്പേരേ ഇല്ല, രണ്ടും ഒന്നാണ്. അമ്മൻ എന്നാണ് അച്ഛനെ വിളിക്കാറുള്ളത്. ഇപ്പോഴും ഏറ്റവും കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പല സമൂഹങ്ങളിലും അവർ
അച്ഛൻ അപ്പൻ എന്നല്ല. അമ്മ അമ്മൻ. അമ്മയും അമ്മനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്, തുല്യമാണ്. അമ്മനാണ് പണ്ട് വിളിച്ച്, പിന്നീടാണ് അപ്പനെന്നും അച്ഛനെന്നൊക്കെ പേര് വന്നത് എന്ന് ഭാഷാ ശാസ്ത്രകാരന്മാർ അത് നിരീക്ഷിച്ച് പറയുന്നുമുണ്ട്.